നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ആണ്. അപ്പൊ ഇത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ എന്തൊക്കെയാണ് ഗാർഹിക പീഡനത്തിന്റെ അകത്ത് വരുന്നത്, എന്താണ് ഗാർഹിക പീഡനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. An act to provide for more effective protection of the rights of women guaranteed under the Constitution for victims of violence of any kind occurring within the family and for matters connected therewith or incidental thereto. അപ്പൊ നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഒരു കൂടുതൽ അല്ലെങ്കിൽ എന്താ പറയാ ഒരു മോർ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. The Protection of Women from Domestic Violence Bill 2005. Protection of Women from Domestic Violence Bill 2005 വരുന്നത് have been passed by the Lok Sabha on 24th August 2005 and by the Rajya Sabha on 29th August 2005, received the assent of the President of India on 13th September 2005 and came to statute book as the Protection of Women from Domestic Violence Act 2005. അതായത് ലോകസഭ നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ബില്ല് വരുന്നത് 2005 ലോകസഭ ആഗസ്റ്റ് 24 2005 ഇത് പാസ്സാക്കി. രാജ്യസഭ 29th August 2025 പാസ്സാക്കി. പിന്നെ പ്രസിഡന്റിന്റെ അസന്റ് കിട്ടുന്നത് 30th September 2005 അന്നാണ് ഇത് അതോടുകൂടി ഇതൊരു സ്റ്റാറ്റ്യൂട്ട് ആയിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 എന്നുള്ള ഒരു നിയമമായിട്ട് നിലവിൽ വന്നു. വാട്ട് ഈസ് ഡൊമസ്റ്റിക് വയലൻസ്? എന്താണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത്? ഡൊമസ്റ്റിക് വയലൻസ് ഇസ് അബൌട്ട് one person getting and keeping power and control over another person in an intimate relationship. ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പില് ഒരാള് മറ്റൊരാളുടെ മേലെ ഒരു പവർ യൂസ് ചെയ്യുക, ഒരു ഓവർ കൺട്രോൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. ദ അബ്യൂസീവ് പേഴ്സൺ മൈറ്റ് ബി കറന്റ് ഓർ ഫോർമർ സ്പൗസ് ലിവ് ഇൻ ലവർ ഓർ ഡേറ്റിംഗ് പാർട്ണർ. അതായത് അബ്യൂസീവ് പേഴ്സൺ എന്ന് പറയുന്നത് കറന്റ് ഓർ ഫോർമർ സ്പൗസ് ആവാം, ലവർ ആവാം, ഡേറ്റിംഗ് പാർട്ണർ ആവാം, ആരും ആവാം. Domestic violence happen to people of all ages, races, ethnicities and religions. It occurs in both opposite sex and same sex. ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഏത് ഏജിലുള്ള ആൾക്കാർക്കും, ഏത് നിറത്തിലുള്ള ആൾക്കാർക്കും, ഏത് മതത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് സെയിം സെക്സിലുള്ള ആളുകൾ തമ്മിൽ ഒരു ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആവാം. അതായത് സ്ത്രീയും തമ്മിലാവാം, സ്ത്രീയും പുരുഷനും തമ്മിലാവാം ഈ ഒരു ഗാർഹിക പീഡനം ഉണ്ടാവുന്നത്. About 95% of victims of domestic violence are women. 95% ഡൊമസ്റ്റിക് വയലൻസിന്റെ വിക്ടിം എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. Protection of Women from Domestic Violence Act 2005 Section 3 defined the definition of domestic violence. നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് സെക്ഷൻ 3 എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് അഥവാ ഗാർഹിക പീഡനം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോർ പർപ്പസ് ഓഫ് ദിസ് ആക്ട് എനി ആക്ട് ഒമിഷൻ ഓർ കമ്മീഷൻ ഓർ കണ്ടക്ട് ഓഫ് ദ റെസ്പോണ്ടന്റ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഡൊമസ്റ്റിക് വയലൻസ് ഇൻ കേസ് ഫസ്റ്റ് വൺ harms or injuries or endangers the health, safety, limb or well-being, whether mental or physical, of the aggrieved person or threatens to do so and includes causing physical abuse, sexual abuse, verbal and emotional abuse and economic abuse of. എന്ന് വെച്ചാൽ നമ്മളെ പീഡിപ്പിക്കപ്പെട്ട ആള് ഗാർഹിക പീഡനത്തിനിടയാളുടെ ഹെൽത്തിനോ പ്രൊട്ടക്ഷനോ സേഫ്റ്റിക്കോ ജീവനോ എന്തെങ്കിലും ഒരു അവയവത്തിനോ അല്ലെങ്കിൽ മാനസികമായോ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഹാനി എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ഷതം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക അയാളെ ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഒരുങ്ങുകയോ ആണെങ്കിൽ ഇതിനെ നമ്മൾ ശാരീരികമായിട്ടുള്ള ദുരുപയോഗമായിട്ട്, അതായത് ഫിസിക്കൽ അബ്യൂസ് ആയിട്ടും സെക്സ്വൽ അബ്യൂസ് ആയിട്ടും വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് ആയിട്ടും എക്കണോമിക് അബ്യൂസ് ആയിട്ടും കണക്കാക്കും എന്നാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത് ഹരാസസ്, harms, injuries or endangers the aggrieved person with a view to coerce her or any other person related to her to meet in unlawful demand for any dowry or other property or valuable security or. അതെന്താ പറയുന്നത് വെച്ചാൽ അതായത് നമ്മൾ ഡൗറി സ്ത്രീധനത്തിനോ അല്ലെങ്കിൽ മറ്റു സ്വത്തിനോ അങ്ങനെ മൂല്യമുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി അവിടെയോ എന്താ പറയാ പീഡിപ്പിക്കപ്പെടുന്ന ആളെയോ അല്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിയോ നിർബന്ധിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ പീഡിപ്പിക്കപ്പെട്ട ആളെ ദ്രോഹിക്കുക, എന്താ വിഷേദങ്ങൾ ഉണ്ടാക്കുക, അപായപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഏലും വീലും പരാമർശിച്ചിരിക്കുന്ന
ഏതെങ്കിലും ഒരു കാര്യം പീഡിപ്പിക്കപ്പെട്ട ആളെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളെയോ ഭീഷണിപ്പെടുത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് പറയുന്നത്. ലാസ്റ്റ് ആണ് പറയുന്നത് എന്താ വെച്ചാല് അതർവൈസ് ഇഞ്ചുറീസ് ഓർ കോസ് ഹാം വെദർ ഫിസിക്കൽ ഓർ മെന്റൽ ടു ദ അഗ്രീഡ് പേഴ്സൺ. അതായത് എന്താ പറയുക നമ്മളെ വിക്ടിം പീഡിപ്പിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ അയാൾക്ക് മറ്റേതെങ്കിലും വിധത്തിൽ ശാരീരികമോ മാനസികമായിട്ടുള്ള ഒരു ക്ഷതം അല്ലെങ്കിൽ ഹാനി വരുത്തുക ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതാണ്. ഇനി പറയുന്നത് എന്താ എക്സ്പ്ലനേഷൻസ് ആണ് പറയുന്നത്. എതിർകക്ഷിയുടെ പ്രവൃത്തിയോ ഉപേക്ഷയോ ചെയ്തിയോ പെരുമാറ്റമോ ഗാർഹിക പീഡനത്തിന് കാരണമായി തീരും എന്നാണ് പറയുന്നത്. പിന്നെ എന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ആ സെക്ഷന്റെ എക്സ്പ്ലനേഷൻ അതിൽ ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ അബ്യൂസ് എന്താണെന്നുള്ളതാണ്. അതായത് ശാരീരികമായ ദുരുപയോഗം. പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് അതായത് മീൻസ് എനി ആക്ട് ഓർ കണ്ടക്ട് വിച്ച് ഈസ് ഓഫ് സച്ച് എ നാച്ചർ ആസ് ടു കോസ് ബോഡ്ലി പെയിൻ, harm or danger to life, limb or health or impair the health or development of the aggrieved person and includes assault, criminal intimidation and criminal force. അതായത് പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് എന്താ പറയുക ബോഡി പെയിന് അല്ലെങ്കിൽ ജീവനോ എന്തെങ്കിലും ഒരു അവയവത്തിനോ ഹെൽത്തിനോ എന്തെങ്കിലും സംഭവിക്കുകയോ ഒരു അപായം ഉണ്ടാവുകയോ അതുപോലെ തന്നെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഡെവലപ്മെന്റിനോ വളർച്ചയ്ക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ കയ്യേറ്റം, കുറ്റകരമായ ഭീഷണി, കുറ്റപരമായ ബലപ്രയോഗം എന്നിവ ഉൾപ്പെടും. അതായത് ഇതൊക്കെ ഉൾപ്പെടും ചോദിച്ചാൽ ഇൻക്ലൂഡ്സ് അസാൾട്ടും ക്രിമിനൽ ഇന്റിമിഡേഷനും ക്രിമിനൽ ഫോഴ്സും ഉൾപ്പെടുന്നതാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് സെക്സ്വൽ അബ്യൂസ് എന്താണെന്നാണ്. സെക്സ്വൽ അബ്യൂസ് ഇൻക്ലൂഡ്സ് എനി കണ്ടക്ട് ഓഫ് എ സെക്സ്വൽ നേച്ചർ ദാറ്റ് അബ്യൂസസ് ഹ്യൂമാനിറ്റീസ്, ഡീഗ്രേഡ്സ് ഓർ അതർവൈസ് വയലേറ്റ്സ് ദ ഡിഗ്നിറ്റി ഓഫ് ദി വുമൺ എന്നാണ് പറയുന്നത്. അതായത് ലൈംഗിക ഉപയോഗം എന്നതിൽ ഒരു വുമന്റെ അന്തസ് ദുരുപയോഗം ചെയ്യുക, അല്ലെ അപമാനിക്കുക, തരം താഴ്ത്തുക, അല്ലെ മറ്റേതെങ്കിലും വിധത്തിൽ കളങ്കപ്പെടുത്തുക, അങ്ങനെയുള്ള ലൈംഗിക സ്വഭാവമുള്ള ഏത് നടപടിയും ഉൾപ്പെടും. പിന്നെ പറയുന്ന മൂന്നാമത്തെ പറഞ്ഞ വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇൻസൾട്ട്, റിഡിക്യൂൾ, ഹ്യൂമിലിയേഷൻ, നെയിം കോളിംഗ് ആൻഡ് ഇൻസൾട്ട്സ് ഓർ റിഡിക്യൂൾ സ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു നോട്ട് ഹാവിംഗ് എ ചൈൽഡ് ഓർ എ മെയിൽ ചൈൽഡ് ആൻഡ് അതായത് നമ്മളെ വാക്കാലും വൈകാരികമായിട്ടുള്ള ദുരുപയോഗമാണ് വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് കൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് വെച്ചാൽ പരിഹസിക്കുക, അവഹേളിക്കുക, അപമാനിക്കുക, നിന്ദിച്ച് പറയുക. അതായത് കുട്ടിയോ ആൺകുട്ടിയോ ഇല്ലാത്തതിന്റെ പേരിൽ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. പരിഹസിക്കുക, അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കുട്ടിയോ ഒരു ആൺകുട്ടിയോ ഇല്ലാത്തതിന്റെ പേരിൽ അപമാനിക്കുക. അത് നമ്മുടെ ഗാർഹിക പീഡനത്തിൽ വരും. പിന്നെ പറയുന്നത് ഇതിൽ പറയുന്നത് വെച്ചാൽ റിപ്പീറ്റഡ് ത്രെറ്റ്സ് ടു കോസ് ഫിസിക്കൽ പെയിൻ ടു എനി പേഴ്സൺ ടു ഹോം ദ അഗ്രീഡ് പേഴ്സൺ ഈസ് ഇൻട്രസ്റ്റഡ്. അതായത് പീഡിപ്പിക്കപ്പെട്ട ആൾക്ക്, ഗാർഹിക പീഡനത്തിൽ ഇരയായ ആൾക്ക് താല്പര്യമുള്ള ആരെയെങ്കിലും ശാരീരികമായിട്ട് വേദനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുക. അതിനെ കുറിച്ചാണ് നമ്മുടെ ബി പറയുന്നത്. നമ്മൾ നോക്കുന്നത് എക്കണോമിക് അബ്യൂസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡിപ്രിവേഷൻ ഓഫ് ആൾ ഓർ എനി എക്കണോമിക് ഓർ ഫിനാൻഷ്യൽ റിസോഴ്സസ് to which the aggrieved person is entitled under any law or custom, whether payable under an order of a court or otherwise, or which the aggrieved person requires out of necessity, including but not limited to household necessities for the aggrieved person and her children, if any freedom, property jointly or separately owned by the aggrieved person, payment of a rental related to the shared household and maintenance. അതായത് നിയമപ്രകാരമോ അല്ലെങ്കിൽ ആചാരപ്രകാരമോ പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് അവകാശപ്പെട്ടതും അത് കോടതി ഉത്തരവിലൂടെയോ മറ്റു വിധത്തിൽ നൽകേണ്ടതുമാണ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പീഡിപ്പിക്കപ്പെട്ട വിക്ടിമിന് ആവശ്യമുള്ളതും എന്നാൽ പീഡിപ്പിക്കപ്പെട്ട ആളുടെയും കുട്ടികളുടെയും അവരുടെ വീട്ടാവശ്യങ്ങളിൽ ഒതുങ്ങാത്തതും സ്ത്രീധനം കൂട്ടായോ ഒറ്റയ്ക്കോ പീഡിപ്പിക്കപ്പെട്ട ആളുടെ ഉടമസ്ഥയുടെ സ്വത്തും പങ്കുപറ്റുന്ന വീടിനോട് ബന്ധപ്പെട്ട വാടകയും സംരക്ഷണ ചെലവും ഉൾപ്പെടുന്നതുമായ എല്ലാമോ ഏതെങ്കിലുമോ ധനം നൽകാതിരിക്കുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ ഡിസ്പോസൽ ഓഫ് എ ഹൗസ് ഹോൾഡ് ഇഫക്ട്സ് any alienation of assets, whether movable or immovable, valuable shares, securities, bonds, and the like, or other property in which the aggrieved person has an interest or is entitled to use by virtue of the domestic relationship, or which may be reasonably required by the aggrieved person or her children or her freedom or any other property jointly or separately held by the aggrieved person and. അതായത് ഈ ഗാർഹിക സ്വത്തുക്കൾ കൈയൊഴിക്കുക. നമ്മൾ കൈയൊഴിക്കുക അറിയില്ല, കൈയൊഴിക്കുക എന്താ പറയുക, സ്ഥാപന ജംഗ വസ്തുക്കളെ, ആസ്തികളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ഓഹരികള്, ഈടുകള്, ബോണ്ടുകള് അതുപോലുള്ളൊക്കെ പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് ഒരു ഗാർഹിക ഡൊമസ്റ്റിക് റിലേഷന്റെ ബലത്തിൽ ഉപയോഗിക്കാൻ അവകാശമോ താല്പര്യമുള്ളതായിട്ടുള്ളത്.
അതായത് വിക്ടിമിനോ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കോ ന്യായമായ ആവശ്യമായിരിക്കുന്നതുമായ മറ്റു സ്വത്തുക്കൾ, അല്ലെങ്കിൽ അവരുടെ പീഡിപ്പിക്കപ്പെട്ട ആളുടെ സ്ത്രീധനം, അത് കൂട്ടായ ഒറ്റയ്ക്ക് ഉടമസ്ഥയുള്ള മറ്റെന്തെങ്കിലും സ്വത്തോ അന്യാധീനപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ചാണ് ബി പറയുന്നത്. പിന്നെ സി പറയുന്നത് prohibition or restriction to continued access to resources or facilities which the aggrieved person is entitled to use or enjoy by virtue of the domestic relationship, including access to the shared household. അതായത് നമ്മളെ പങ്കുവയ്ക്കുന്ന വീട്ടിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് വിക്ടിമിന് ഡൊമസ്റ്റിക് റിലേഷന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാനോ എൻജോയ് ചെയ്യാനോ അവകാശപ്പെട്ട സൗകര്യങ്ങളും സാധനങ്ങളൊക്കെ തുടർച്ചയായി അനുഭവിക്കുന്നത് നിരോധിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് സെക്കൻഡ് എക്സ്പ്ലനേഷൻ 2 എന്താണെന്നാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമൈൻ വിതർ ഇൻ ആക്ട് omission, commission or conduct of the respondent constitute domestic violence under this section, the overall facts and circumstances of the case shall be taken into consideration. അതായത് എതിർകക്ഷിയുടെ ഏതെങ്കിലും കൃത്യമോ ഉപേക്ഷയോ ചെയ്ത നടപടിയോ ഈ വകുപ്പ് പ്രകാരം ഗാർഹിക പീഡനമാകുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിന് കേസിലെ മൊത്തം വസ്തുതകളും സാഹചര്യങ്ങളും പരിഗണിക്കേണ്ടതാണ്. ഈ കേസിലെ മൊത്തം കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഇത് ഗാർഹിക പീഡനം ആകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടില് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടില് ഡിഫൈൻ സെക്ഷൻ 3 ഡിഫൈൻ ചെയ്തിരിക്കുന്ന എന്താണ് ഡൊമസ്റ്റിക് വയലൻസ്. ഇനി നമുക്ക് നോക്കുന്നത് ആക്ട്സ് ഓഫ് വയലൻസ് അണ്ടർ ദി ആക്ട് ആണ്. അതായത് അഗ്രീവ്ഡ് ക്യാൻ റിസീവ് പ്രൊട്ടക്ഷൻ ആൻഡ് അസിസ്റ്റൻസ് അണ്ടർ ദി ആക്ട്. അഗ്രീവ്ഡ് പേഴ്സണ് പ്രൊട്ടക്ഷനും അസിസ്റ്റൻസും ഒക്കെ കിട്ടും ഈ ആക്ട് പ്രകാരം. ഇഫ് ദ പേഴ്സൺ വിത്ത് ഹൂം ഷീ വാസ് റിസൈഡിംഗ് ഇൻ ദ സെയിം ഹൗസ് കമ്മിറ്റ്സ് ഓഫ് any of the following acts of violence against her of a child in her care and custody. അതായത് എന്തൊക്കെയാണ് ഫിസിക്കൽ വയലൻസ് എന്ന് പറയുന്നത് ചോദിച്ചാൽ, ഒന്ന് ബീറ്റിംഗ്, സ്ലാപ്പിംഗ്, ഹിറ്റിംഗ്, ബിറ്റിംഗ്, കിക്കിംഗ്, പഞ്ചിങ്, പുഷിംഗ്, ഷോവിംഗ് ഓർ കോസിംഗ് ബോഡ്ലി പെയിൻ ഓർ ഇഞ്ചുറി ഇൻ എനി അതർ മാനർ എല്ലാം വരുന്നത് ഫിസിക്കൽ വയലൻസിന്റെ ആക്ട് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കമ്മിറ്റ് ചെയ്താൽ അത് ഫിസിക്കൽ വയലൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡൊമസ്റ്റിക് വയലൻസിനകത്ത് വരുന്ന ഫിസിക്കൽ വയലൻസ് ആണ് അത്. സെക്സ്വൽ വയലൻസിന്റെ എക്സാമ്പിൾ ആണ് ഫസ്റ്റ് വൺ forced sexual intercourse, second one forces to look at a pornography or any other obscene picture or material, then the third one any act of a sexual nature to abuse, humiliate or degrade or which is otherwise violate of dignity or any other unwelcome conduct of a sexual nature. ഇതൊക്കെ സെക്സ്വൽ വയലൻസിന്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾ ആണ്. പിന്നെ ലാസ്റ്റ് വെർബൽ ആൻഡ് ഇമോഷണൽ വയലൻസ് എന്തൊക്കെയാ എക്സാമ്പിൾ ചോദിച്ചാൽ, ഒന്ന് ഇൻസൾട്ട്സ്, സെക്കൻഡ് വൺ നെയിം കോളിംഗ്, അക്യൂസേഷൻ ഓൺ ക്യാരക്ടർ ഓഫ് കണ്ടക്ട് എക്സെട്ര, ഇൻസൾട്ട് ഫോർ നോട്ട് ഹാവിംഗ് എ മെയിൽ ചൈൽഡ്, അതുപോലെ തന്നെ ഇൻസൾട്ട് ഫോർ നോട്ട് ബ്രിങ്ങിങ് ഡൗറി എക്സെട്ര. പിന്നെ ലാസ്റ്റ് വൺ പ്രിവെന്റിംഗ് ഹെർ ഓർ എ ചൈൽഡ് ഇൻ ഹെർ കസ്റ്റഡി ഫ്രം അറ്റൻഡിംഗ് സ്കൂൾ, കോളേജ് ഓർ എനി അതർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെ വരുന്നത് വെർബൽ ഓർ ഇമോഷണൽ വയലൻസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് കമ്മിറ്റ് ചെയ്താൽ നമ്മളത് വെർബൽ ആൻഡ് ഇമോഷണൽ വയലൻസ് ആയിട്ട് കണക്കാക്കും. വെർബൽ ആൻഡ് ഇമോഷണൽ വയലൻസിൽ വരുന്നതാണ് ഈ പറയുന്ന കാര്യം കൂടെ. അതുപോലെ തന്നെ ഫോഴ്സിങ് യു ടു ലീവ് യുവർ ജോബ്, അതുപോലെ പ്രിവെന്റിംഗ് ഹെർ ഓർ എ ചൈൽഡ് ഇൻ ഹെർ കസ്റ്റഡി ഫ്രം ലീവിംഗ് ദ ഹൗസ്, ത്രെറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, അങ്ങനെ തുടങ്ങിയത് വെർബൽ ഇമോഷണൽ അബ്യൂസ് ഒക്കെ ഇതിൽ വരും. പിന്നെ ലാസ്റ്റ് ആണ് എക്കണോമിക് വയലൻസ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് സ്റ്റോപ്പിംഗ് ഹെർ ഫ്രം കെയറിംഗ് ഓൺ ഹെർ എംപ്ലോയ്മെന്റ്, അതുപോലെ നോട്ട് പ്രൊവൈഡിംഗ് ഹെർ മണി ഫോർ മെയിൻറ്റെയിനിങ് ഹെർ ഓർ ഹെർ ചിൽഡ്രൻ, അതുപോലെ നോട്ട് പ്രൊവൈഡിംഗ് ഫുഡ്, ക്ലോത്ത്സ്, മെഡിസിൻസ്, അതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണല്ലോ, അതൊന്നും അവർക്കും കുട്ടികൾക്കും നൽകാതിരിക്കുക. അതുപോലെ ഫോഴ്സിംഗ് ഹെർ ഔട്ട് ഓഫ് ദ ഹൗസ് ഹി ലിവ്സ് ഇൻ, ലാസ്റ്റ് വൺ ടേക്കിംഗ് അവേ ഹെർ ഇൻകം ഫ്രം സാലറി ഓർ വേജസ്, സാലറി, വേജസ് എക്സെട്ര. ഇത്രയും എക്കണോമിക് വയലൻസിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ അകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക് വയലൻസിനെതിരെ നമുക്ക് ചില റൈറ്റ്സുകളുണ്ട്, അതുപോലെ പ്രൊട്ടക്ഷൻ കിട്ടും. അതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, എന്നൊപ്പം തുടരുക. താങ്ക് യു എവരിബഡി.